വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ മോനിക്ക് സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ മോന് രാവിലെ തന്നെ എണീച്ചിന്. ഇന്ന് മദ്രസ പോയിട്ടുണ്ടായിട്ട 8:30 ആവും മദ്രസ വിടുമ്പം. അതുകൊണ്ടാണ് മദ്രസ പോവാത്ത. 9 മണിയാകുമ്പോൾ നടത്തിക്കണമെന്ന് ടീച്ചർ പറഞ്ഞത്. തൃക്കരിപ്പൂരുള്ള വീലാൻഡിലാണ് പോകുന്നത്. എൻ്റെ മോൻ്റെ സന്തോഷം കണ്ട ഗൈസ്. എപ്പോഴും ഡീന് ഉത്സാഹം പിടിച്ച് നടക്കുന്നത് ടൂറ് പോകണം എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് തന്നെ അറിയാലോ, ഫ്രണ്ട്സിൻ്റെ എല്ലാം ഒന്നിച്ച് പോകുന്നത് വേറെ തന്നെ വൈബല്ലേ. ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് തന്നെ പോവാ, പിന്നെ നീ സ്കൂളിൽ നിന്ന് പോകണ്ടാന്ന്. അപ്പോൾ അവൻ പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് പോകുന്ന വേറെ തന്നെ വൈബല്ലേ, നമ്മളൊന്നിച്ച് പോകുന്ന പോലെ അല്ലല്ലോ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ നമ്മൾ വിചാരിച്ച് പോയിക്കോട്ട്, അവരാഗ്രഹമല്ലേ, മക്കളാഗ്രഹമല്ലേ നമുക്ക് വലുത്. കുട്ടൻ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. ഓനിപ്പായിട്ട് വേഗം രാവിലെ തന്നെ എണീക്കുന്നു. എനിക്ക് രാവിലെ തന്നെ സ്കൂളിൽ പോയതുകൊണ്ട് ഉമ്മ വേഗം എനിക്ക് പത്തലെല്ലാം ചുടുന്നുണ്ട്. 2 കവർ കൊടുത്തേക്കണമെന്ന് പറഞ്ഞിന്. ഒന്ന് നനഞ്ഞ ഡ്രസ്സ് ഇടാനും ഒന്ന് ചെരുപ്പിടാനും. അങ്ങനെ 2 കവർ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മോനിക്ക് ഒരു കൂട്ടം വെള്ളത്തിലല്ല കളിക്കുന്നതല്ല, അപ്പോൾ ഒരു കൂട്ടം ഡ്രസ്സ് കൊടുത്തേക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അതും എടുത്ത് വെച്ചൊരു തോർത്ത് കൊടുത്തേക്കണമെന്ന് പറഞ്ഞിന് ടീച്ചർ. അങ്ങനെ ഞാൻ തോർത്തും എടുത്ത് വെച്ച് അങ്ങനെയെല്ലാം സെറ്റാക്കി. ഇനി സ്നാക്സും വെള്ളവും ആണ് വേണ്ടത് കൊണ്ടുപോകാൻ. മോനിക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സാണ് ഇതെല്ലാം. പൊട്ടാറ്റോ ചിപ്സ്, പിന്നെ നബാട്ടി, ലേസ്, ഫ്രൂട്ടി, ബബ്ലിക്കം, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കുറച്ച് വാങ്ങി. അപ്പം എൻ്റെ മോന് കരിയുന്നതിന് മോനിക്ക് ഒരു ലേസ് കൊടുത്ത് അപ്പം വായിലിട്ട് കൊടുക്കുന്നുള്ളതാണ്. ഓനിക്ക് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് അപ്പം പോയാലല്ലാതെ എൻ്റെ വായിലേക്ക് ഇറങ്ങൂല. കഴിച്ച് 2 പത്തൽ തിന്നിട്ട് തന്നെ പോവാ. വരുമ്പോൾ അവിടുന്ന് ബസ്സെല്ലാം വിട്ടിട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറേ ലേറ്റാവും. അങ്ങനെ വെച്ച് പത്തൽ തിന്നിട്ട് പോവാന്ന്. കുറച്ച് മീൻ കറി ഉണ്ടായിന്. എനിക്ക് മീൻ കറി അത്ര ഇഷ്ടമല്ല. അങ്ങനെ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിന്. അങ്ങനെ ഞാനത് ചൂടാക്കാൻ വെച്ചിട്ടുള്ളതാണ്. മോന് ബാഗെല്ലാം എടുത്തിട്ട് ടൂറിന് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നുള്ളതാണ്. സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നത് ഞാനാണ്. അങ്ങനെ ഞാനും പോകാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്ന് ഈ ചെറിയ ബാഗാണ് കൊണ്ടുവന്നത്. ഫോം മാത്രമല്ല വേണം, അങ്ങനെ ഈ ചെറിയ ബാഗ് കൊണ്ടുവന്നാന്ന് വിചാരിക്കുന്നത്. അങ്ങനെ എൻ്റെ മോനെ കൊണ്ടാക്കാൻ സ്കൂളിലേക്ക് പോകുന്നുള്ളതാണ് ഞാൻ. ഇന്ന് LKG UKG കുട്ടികൾക്കൊന്നും ക്ലാസ് ഇല്ല, അതുകൊണ്ട് വാനെല്ലാം അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അങ്ങനെ സ്കൂളിലെത്തി ടീച്ചേഴ്സെല്ലാം കുട്ടികളെ ലൈനാക്കി നിർത്തിക്കുന്നു. എല്ലാ കുട്ടികളും വന്നിനാന്നെല്ലാം ചെക്കാക്കുന്നെല്ലാം ഉള്ളതാണ്. അങ്ങനെ എൻ്റെ മോന് ബസ്സിൽ കയറി. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ടൂറ് പോകാനെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ മോന്. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം ബസ്സിലെല്ലാം കയറ്റി. എൻ്റെ മോൻ ഈ RMS എന്നുള്ള ഈ ബസ്സിലാണ് എൻ്റെ മോനുള്ളത്. അങ്ങനെ ബസ് ഓരോന്നായി തിരിച്ചു വെക്കുന്നുണ്ട്. എല്ലാ ബസ്സും ഒന്നിച്ച് തിരിക്കാനുള്ള സൗകര്യമില്ല സ്കൂളിൽ. അങ്ങനെ ഓരോരോ ബസ്സായി തിരിച്ചു വെച്ച് അങ്ങനെ അവരെല്ലാം പോയതിന് ശേഷം ഞാൻ നേരെ പുരക്കേക്ക് വന്ന്. അലക്കിൽ കുറച്ച് നനക്കാനുണ്ടായിന്, ബ്ലാങ്കറ്റ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നനക്കാനുണ്ടായിന്. അങ്ങനെ അതെല്ലാം ഒട്ടിച്ചാന്നുള്ളത്. എൻ്റെ 2 മക്കളും നല്ല ഉറക്കാന്ന് ഗൈസ്. ഓക്ക് ടൂറിന് പോയ ബേജാറിലാന്നുള്ളത്. അങ്ങനെ കരഞ്ഞിട്ട് ഉറങ്ങിയതാണ്. അങ്ങനെ ഉച്ചക്കേക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ക്ലീനിങ് പരിപാടിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് ചേമ്പ് പൊയിങ്ങി വെച്ചിട്ടുണ്ടായിന്. അപ്പം ഞാനത് കഴിക്കാൻ പോകുന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചിട്ട് ചേമ്പ് കഴിച്ചിട്ട് വരാം ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ചേമ്പ്, കപ്പ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. ഉമ്മയുടെ തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ക്ലീനാക്കി വെക്കുന്നുണ്ട്. ഉമ്മ ഇന്നെന്ത് നമുക്ക് ചിക്കൻ കറി. അങ്ങനെ ഞാൻ കുറച്ച് സമയം ഉറങ്ങിപ്പോയിട്ടുണ്ടായിന് ഗൈസ്. അപ്പോഴത്തേക്ക് ഉമ്മ നല്ല ചിക്കൻ കറിയും നെയ്ച്ചോറും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫുഡ് കഴിക്കാം.
5 മണിയാകുമ്പോൾ സ്കൂളിൽ കൂട്ടാൻ പോകണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ സ്കൂളിലേക്ക് എത്തി. അങ്ങനെ കൂട്ടിയിട്ട് വരുമ്പോൾ മക്കൾക്ക് ഐസ്ക്രീമെല്ലാം വാങ്ങിയിട്ട് പെറുക്കിയൊക്കെ വരുന്നുള്ളതാണ്. അപ്പം മോനിക്ക് ടൂറ് പോയ കുറേ വിശേഷം പറയുന്നുണ്ടായതാണ്. റോട്ടുമ്പം തന്നെ വിശേഷമെല്ലാം പറയുന്നുണ്ടായതാണ് എൻ്റെ മോൻ. അങ്ങനെ ടൂറെല്ലാം കഴിഞ്ഞ് വന്നിട്ടാകുമ്പോൾ എൻ്റെ മോനിക്ക് വിശന്നിട്ടാകുമ്പം ഉച്ചക്കത്തെ ചിക്കൻ കറിയും നെയ്ച്ചോറും കൊടുക്കുന്നുള്ളതാണ്. ഓനിക്ക് വാരിക്കൊടുത്താലേ ബായിലേക്ക് പോകും. എൻ്റെ കുഞ്ഞിക്കുട്ടനും ചോറ് വയ്ക്കുന്നുണ്ട്. ടൂറ് കഴിഞ്ഞിട്ട് വന്ന് ചോറെല്ലാം വേവിച്ച് കുളിച്ചെല്ലാം ആയിട്ട് നോക്കുമ്പോൾ ഫോൺ കൊടുക്കുന്നില്ല. ടയേർഡായിട്ട് വന്നതല്ല, അപ്പോൾ ഫോൺ നോക്കണ്ടെന്ന് പറഞ്ഞതിന് ചൊടിച്ചിട്ട് ഉറങ്ങുന്നുള്ളതാണ്. ഇന്ന് നമ്മൾ രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് കടുമ്പാണ്. അങ്ങനെ കടുമ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉച്ചക്കത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ട്, അതിലേക്ക് ഇട്ടിട്ട് പൊള്ളിക്കാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ കടുമ്പ് കറിയിലിട്ട് മിക്സ് ആക്കുന്നുള്ളതാണ്. ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര നല്ല ടേസ്റ്റാണ് ഗൈസ്. ഇങ്ങനെ കടുമ്പാക്കിയിട്ട് ചിക്കൻ കറിയിലിട്ടിട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. പിന്നെ ചിക്കൻ കറി ആക്കിയ പാടെല്ലാം ഇങ്ങനെ ആക്കണം. ഇത് ചിക്കൻ കറി കുറവാന്നേല്. എൻ്റെ മോക്ക് സ്കൂളിൽ ഇൻ്റർഡേയിൽ സ്പോർട്സ് ഉണ്ടായിന്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ സ്പോർട്സിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയ സർട്ടിഫിക്കറ്റാണ്. ഇത് കിട്ടിയിട്ട് 2 ആഴ്ചൻ്റെ അടുത്തായി. ഇപ്പോൾ നമുക്ക് കാണിക്കാൻ പറ്റിയത്. ഞാനിപ്പോൾ ഈ ഫയലിലിട്ടിട്ടാണ് വെച്ചത്. ഇത് എല്ലാ സർട്ടിഫിക്കറ്റും, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇങ്ങനത്തെ എല്ലാം ഇട്ടേക്കുന്ന ഫയലാണ്. അതിലാണ് ഇപ്പോൾ ഇട്ടത്. ഇപ്പം ഇങ്ങനെ ലാമിനേഷൻ ചെയ്യാൻ കൊടുക്കണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറവാണ്. ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, സബ്സ്ക്രൈബ് ചെയ്തവർ കുറേ പേര് വലിച്ചെടുക്കുന്നുണ്ട്. ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർ വലിച്ചെടുക്കാതിരിക്കുക. അങ്ങനെ വലിച്ചെടുക്കുമ്പം ഭയങ്കര സങ്കടമാകുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർ വലിച്ചെടുക്കാതിരിക്കുക. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ഗുഡ് നൈറ്റ്.